സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ നിർണായക കണ്ടെത്തലുമായി SIT. തന്ത്രിയും കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നെന്ന് സ്ഥിരീകരിക്കുന്ന രേഖകൾ SITക്ക് ലഭിച്ചു. അതേസമയം ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണം കവർന്ന കേസിലും തന്ത്രിയെ പ്രതിയാക്കാൻ SIT തീരുമാനിച്ചു. കുറ്റകരമായ മൗനാനുവാദം മാത്രമല്ല, തന്ത്രി കണ്ഠരര് രാജീവര് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നുവെന്ന നിർണായക കണ്ടെത്തൽ കൂടിയാണ് പുറത്തുവരുന്നത്. ഈ ഇടപാടുകൾ സ്വർണ്ണക്കൊള്ളയിൽ നിന്നുണ്ടായ സാമ്പത്തിക നേട്ടം തന്നെയാണോ എന്നതിൽ കൂടുതൽ പരിശോധന നടത്താനാണ് SIT നീക്കം. ഇതിന്റെ ഭാഗമായി ചെങ്ങന്നൂരിലെ തന്ത്രിയുടെ വീട്ടിൽ SIT പരിശോധന നടത്തി. തന്ത്രിയെ കുരുക്കിയത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെയും മൊഴികളാണെന്ന വിവരവും ഇതിനിടെ പുറത്തു വന്നു. അറ്റകുറ്റപ്പണിക്ക് അനുമതി നൽകിയത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്നാണ് പത്മകുമാറിന്റെ മൊഴി. അനുജ്ഞ രേഖാമൂലം നൽകിയില്ലെന്നും പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. പോറ്റിക്ക് തന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും പോറ്റിയെ തന്ത്രിയുടെ മുറിയിൽ വെച്ച് കണ്ടെന്നും ഗോവർദ്ധൻ മൊഴി നൽകി കഴിഞ്ഞു. തന്ത്രിയും പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നതായുള്ള ദേവസ്വം ജീവനക്കാരുടെ മൊഴിയും നിർണായകമായി. പോറ്റിയും തന്ത്രിയും തമ്മിൽ 2004 മുതൽക്ക് തുടങ്ങിയ ബന്ധമെന്നാണ് SIT ഇതിനിടെ കണ്ടെത്തിയത്. ബംഗളൂരുവിൽ നിന്ന് തുടങ്ങിയ ഈ ബന്ധമാണ് ശബരിമലയിലേക്ക് 2007 പോറ്റിയെ എത്തിച്ചത്. പോറ്റിയെ സ്പോൺസറാക്കുന്നതിൽ തന്ത്രിക്ക് പങ്കുണ്ടെന്ന സംശയവും SITക്കുണ്ട്. പോറ്റിയെയും തന്ത്രിയെയും പത്മകുമാറിനെയും ഒന്നിച്ച് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള അപേക്ഷ SIT മറ്റന്നാൾ നൽകും. അതേസമയം തന്ത്രിയെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ കൂടി പ്രതിയാക്കാനാണ് SITയുടെ തീരുമാനം. പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് തന്ത്രി അറിഞ്ഞിരുന്നു. ഇതിനായി അനുമതി നൽകുകയും ചെയ്തു. പാളികൾ തിരികെ എത്തിക്കാൻ വൈകിയപ്പോഴും തന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായില്ലെന്നും SIT കണ്ടെത്തി. ഈ കേസിൽ പ്രതി ചേർക്കുന്നതിനു വേണ്ടി ചൊവ്വാഴ്ച കൊല്ലം വിജിലൻസ് കോടതിയിൽ SIT അപേക്ഷ നൽകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.